ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ബീഫ് കുഴിമന്തി തയ്യാറാക്കിയാലോ. മന്തി മസാലയും കുഴിയും ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ബീഫ് കുഴിമന്തി നമുക്ക് തയ്യാറാക്കാം. ബീഫ് കുഴിമന്തി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫ് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്ത് ഒരു കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം. മന്തി തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എല്ലോട് കൂടിയ ഒരു മീഡിയം സൈസിലെ പീസുകളാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വലിപ്പം കൂടിയ പീസാണ് നമ്മുടെ മന്തിക്ക് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് ചെറിയ പീസുകളാക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ എല്ല്, കൊഴുപ്പ് എല്ലാം കൂടെ ചേർന്ന 1 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് ആദ്യം ഒരു 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അടുത്തതായി നമുക്ക് വേണ്ടത് ജീരകം പൊടിച്ചതാണ്. ചെറിയ ജീരകമാണ്. ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാക്കി മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗ്രാമ്പൂ, പട്ട അത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഒരു 7-8 ഏലക്കയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി ഒന്ന് ചേർത്ത് കൊടുക്കാം. ചതച്ചതായാലും കുഴപ്പമില്ല. ഇത് പേസ്റ്റ് ആക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ്, 1 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില. ഇതിൻ്റെ അളവ് ഒരു കണക്കില്ല, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരണം ചേർക്കാവുന്നതാണ്. ഇത് രണ്ടും ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർക്കാം. ഇതൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ ഉള്ള സാധനങ്ങൾ വെച്ച് തയ്യാറാക്കുന്ന മന്തിയാണ്. മന്തിപ്പൊടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചത് ചേർക്കുന്നില്ല ഇതിലോട്ട്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. പിന്നെ ഒരു 2 പഴുത്ത ടൊമാറ്റോ, ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് അടിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ചേർത്ത് കൊടുക്കാനുള്ളത്. ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ ഒരു 1/2 കപ്പിനടുത്ത് അത്രയുമാണ് ഇതിലോട്ട് ചേർക്കാനുള്ളത്. ഒരു ചെറിയ കപ്പിൽ 1/2 കപ്പ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പിന്നീട് ഇതിലോട്ട് എണ്ണയും നെയ്യും ഒന്നും ചേർക്കുന്നില്ല. ഈ മന്തിയിൽ നമ്മൾ സാധാരണ നെയ്യ് ചേർക്കാറില്ല. ഈ സൺഫ്ലവർ ഓയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മുടെ ഈ മന്തി തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് ഓയിലി ആയിട്ടുള്ള ചോറായിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത്. കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനി കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിലിന് വേവിച്ചിട്ട് ഒന്ന് അടച്ചിട്ടിരിക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. ഇതിന് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഞാൻ ഒരു മീഡിയം സൈസ് ബീഫ് ആയതുകൊണ്ടാണ് ഈ ചെറിയ പീസ്. കുറച്ചുകൂടെ വലിയ പീസാക്കി വേണം എടുക്കാൻ. അരി എടുക്കുമ്പോൾ നിങ്ങൾ ഇതുപോലത്തെ വലിയ അരി നോക്കി എടുക്കുക. കൂടുതൽ നല്ലത് സെല്ല റൈസാണ്. അതിൽ വൈറ്റും ഉണ്ട് ഗോൾഡും ഉണ്ട്. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ അതുപോലുള്ള ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഇതുപോലത്തെ സെല്ല റൈസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇത് ഒരു മണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വയ്ക്കുക. നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രമാണ് ഇത് കുതിർത്ത് വയ്ക്കാനുള്ളത്, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള അരി എടുത്ത് ആദ്യം ഒന്ന് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്ക് അരിപ്പിലോട്ട് അരിച്ച് എടുത്തതിന് ശേഷമാണ് നമുക്കിത് വേവിച്ചെടുക്കാൻ. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു അലുമിനിയം പാത്രം അരി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ചധികം എണ്ണ ഒഴിച്ച് ഇതിലോട്ട് കുറച്ച് സവാളയും ക്യാരറ്റൊക്കെ ഒന്ന് താളിച്ചിടുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. ഇതൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് കളർഫുള്ളായിരിക്കും, അത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ കുറച്ച് സൺഫ്ലവർ അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 സവാള ഇതിലോട്ട് നീളത്തിന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒരു ചെറിയ രീതിയിൽ ഒന്ന് ബ്രൗൺ ആകുമ്പോൾ നമുക്കിതിലോട്ട് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. സവാള മൊരിയാൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ഇതിൽ ചെറിയ രീതിയിൽ ഒന്ന് കളർ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 2 ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത് ഇതുപോലെ നൈസിനാണ് കട്ട് ചെയ്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കുക. അതിൽ കൂടെ തന്നെ കുറച്ച് നട്ട്സ്, അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയി കിട്ടിയതിന് ശേഷം എല്ലാം കൂടെ നമുക്ക് എടുത്തൊന്ന് മാറ്റി വയ്ക്കാം. ഇത് ഇത്രയും തന്നെ മതിയാകും. ഇതിനെ നമുക്കൊന്ന് കോരി മാറ്റാം. ഇനി ഈ പാത്രത്തിലോട്ട് കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ നെച്ചോറൊക്കെ വെക്കുന്നത് പോലെ വറ്റിച്ചല്ല എടുക്കുന്നത്. ഇത് വേവിച്ച് ഒന്ന് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിലോട്ട് കുറച്ച് എണ്ണയൊക്കെ കിടക്കുന്നത് അതിലോട്ട് കിടക്കട്ടെ.
ചോറ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മൾ എന്തായാലും കുറച്ച് എണ്ണ ഒഴിക്കും. അതുകൊണ്ട് ഞാൻ അരി ഒന്ന് ഊറ്റിയെടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3.5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി ഫ്രൈ ചെയ്തതിന് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട്. നമ്മൾ ഇത് എണ്ണ ചേർക്കുമ്പോൾ ഇത് നമ്മുടെ ചോറൊന്നും അധികം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്. പിന്നെ കുറച്ച് ബേ ലീഫ്, ഗ്രാമ്പൂ, പട്ട, ഏലക്ക അതുപോലുള്ളതൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പൈനാപ്പിൾ ചെറിയ രീതിയിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, അത് ചേർക്കണമെന്ന് നിർബന്ധമില്ല. അതുപോലെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില ഇതൊക്കെ കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഒരു പിടി കുരുമുളക് ചേർത്ത് കൊടുക്കാം. ചതക്കയൊന്നും വേണ്ട, മുഴുവനെ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഡ്രൈ ലെമൺ. നാരങ്ങ ഉണക്കിയതാണ്. ഇത് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ഇതിൽ 2 എണ്ണമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ അടുപ്പിച്ച് അരിയുണ്ട്, 1 കിലോ ഇറച്ചിയുണ്ട്. അതുകൊണ്ട് 2 എണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 എണ്ണം ചേർത്താലും മതിയാകും. ഈ ഡ്രൈ ലെമൺ ചെറിയ രീതിയിൽ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ആ ഒരു പുളിപ്പ് രസമൊക്കെ നമ്മുടെ ഈ ചോറിലോട്ടൊക്കെ ഇറങ്ങും. ഇനി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു 10 മിനിറ്റിനകം, അത്രയ്ക്കൊന്നും ആയില്ല, ഒന്ന് നല്ലതുപോലെ തിളച്ചപ്പോൾ തന്നെ ഇതൊരു 1/4 വേഗം ആകുമ്പോൾ തന്നെ നമുക്കിത് മാറ്റണം. ഇനി വേകാൻ കുറച്ചുകൂടി സമയമുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് നമുക്കിത് കോരി മാറ്റുക. ഇതുപോലെ ആയിട്ടുണ്ട്. ഞാനൊരു അരിപ്പിലോട്ട് ഇത് കോരി മാറ്റുന്നുണ്ട്. ഇതിൻ്റെ ഈ വെള്ളം നമുക്കിനി ആവശ്യമില്ല. ഇനി നമുക്ക് മന്തി തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിലോട്ട് ആദ്യം ഞാൻ ഈ കുക്കറിലോട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ്, അതിലോട്ട് നമ്മൾ ക്യാരറ്റ്, സവാള ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഒരു കുറച്ച് ഭാഗം ഒന്ന് ചേർത്ത് നമ്മുടെ ബീഫിലോട്ട് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇത് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ മന്തി തയ്യാറാക്കുന്നത് അതിലോട്ട് നമുക്ക് ബീഫ് ചാറോട് കൂടി തന്നെ മൊത്തം അതിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ഒരു മണമാണ് നമ്മുടെ ഈ മന്തിയുടെ ആ മസാല ഇതിലോട്ട് ചേർത്തിരിക്കുന്നതെല്ലാം കൂടി ആയപ്പോൾ. ഫ്ലെയിം ഓണാക്കി ഇട്ടിരിക്കുകയാണ്. ഇതൊന്ന് തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒട്ടും തന്നെ ഇത് ചൂട് തണുക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ റൈസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ ഒരു 1/4 ഭാഗത്തോളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും സവാളയും ഒക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും സവാളയും ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കി കുറച്ച് റൈസ് ഉള്ളത് നമുക്കത് ഇതിൻ്റെ മീതെ ഒന്ന് ചേർത്ത് കൊടുക്കാം. റൈസ് എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില, പുതിനയില ഇത് ചേർത്ത് കൊടുക്കാം. മല്ലിയില, പുതിനയില ഇത് ചേർത്തതിന് ശേഷം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഇളം പാലിൽ ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. മഞ്ഞൾ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി കുറച്ച് ഞാൻ ഒരു തുള്ളി ഫുഡ് കളർ ചെറുതായിട്ട് ഇളം ചൂടുവെള്ളത്തിലോട്ട് ചേർത്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. ഇത് ഞാൻ ഒരു ഭാഗത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മന്തിയുടെ ചോറ് ഇടയ്ക്കിടയ്ക്ക് റെഡ് കളറിലോട്ടും കൂടെ കിട്ടും. ഇനി നമ്മൾ ചോറിലോട്ട് തയ്യാറാക്കിയ 2 ഡ്രൈ ലെമൺ ഉണ്ടല്ലോ, അത് വെച്ച് കൊടുക്കാം. അടുത്തതായി നമുക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ്. പച്ചമുളക് ഞാൻ ഇതുപോലെ 2ആയിട്ടൊന്ന് മുറിച്ചതിന് ശേഷം നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ചോറിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇതുപോലെ അമർത്തി ഒന്ന് വെച്ച് കൊടുക്കാം.
ഞാനിവിടെ ഒരു 5 പച്ചമുളകോളം എടുത്തിട്ടുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പച്ചമുളകെല്ലാം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ തട്ടയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതും സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കനൽ, അതായത് നമ്മുടെ ചാർക്കോൾ ഉണ്ടല്ലോ, അതൊന്ന് നല്ലതുപോലെ ഒന്ന് കനലാക്കിയിട്ട് ഇതിലൊന്ന് വെച്ച് നമുക്ക് ഈ റൈസിനെ ഒന്ന് സ്മോക്കിംഗ് സ്മെല്ലാക്കണം. അത് കൂടി ആകുമ്പോൾ നമ്മുടെ മന്തിക്ക് നല്ല ഒരു മണവും നല്ല ഒരു ഫ്ലേവറും നല്ല ഒരു ടേസ്റ്റും ആയിരിക്കും. ഇതുപോലെ വെച്ചതിന് ശേഷം ഇതിലെ ഈ പുക നമ്മുടെ ഈ ചോറിലും ഇറച്ചിയിലൊക്കെ ആകുന്ന ഒരു രീതിയിൽ നമുക്കിനി അടപ്പുകൊണ്ട് അടച്ച് കവർ ചെയ്ത് ഒരു 30 മിനിറ്റ് സമയമെങ്കിലും ചെറിയ ഏറ്റവും ലോ ഫ്ലെയിമിൽ, ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ലോ ഫ്ലെയിമിലോട്ട് വെച്ച് നമുക്കിത് നല്ലതുപോലെ അടപ്പുകൊണ്ട് അടച്ച് കവർ ചെയ്ത് ആ സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് തുറക്കാവൂ. ഇത് പിന്നെ ഒട്ടും തന്നെ ആവി പുറത്ത് പോകാത്ത ഒരു അടപ്പാണ് വെച്ചിരിക്കുന്നത്. ആവി പുറത്ത് പോണതാണെങ്കിൽ ഇതുപോലുള്ള ഏതെങ്കിലും ടവലോ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ ഒന്ന് കവറിങ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതും കഴിഞ്ഞ് ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഇത് അടപ്പൊന്ന് തുറക്കുന്നത്. അടപ്പ് തുറന്നപ്പോൾ തന്നെ നല്ല അടിപൊളി ഒരു മണമാണ് നമ്മുടെ ബീഫ് മന്തിക്ക്. നമുക്കിനി ഈ ചാർക്കോളിൻ്റെ ഈ അടപ്പൊന്ന് മാറ്റാം. നമുക്കിനി ഇതിനെ ആദ്യം മീദത്തെ ചോറൊന്ന് മാറ്റിയെടുക്കാം. ചെറിയ രീതിയിൽ റെഡ് കളറും യെല്ലോ കളറൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ചോറിൽ അവിടെ ഒരു റെഡ് കളറ്. ഇതുപോലെയാണ് നമ്മുടെ മന്തി റൈസ്. നല്ല ടേസ്റ്റുള്ള മന്തി റൈസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ ബീഫ് മന്തി തയ്യാറാക്കിയത് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക. നമ്മുടെ ഈ പെരുന്നാളിന് നമുക്ക് ഈ ബീഫ് മന്തി തയ്യാറാക്കി വളരെ ടേസ്റ്റായിട്ട് കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നമുക്ക് മസാലപ്പൊടികളും കുഴികളും ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയ നമ്മുടെ ഈ ബീഫ് മന്തി തയ്യാറാക്കിയ വീഡിയോ ഇഷ്ടമായിരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം കോരി ചോറ് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ബീഫുമായിട്ട് മിക്സ് ചെയ്ത് മറ്റൊരു പാത്രത്തിലോട്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ആ പാത്രം കുറച്ച് ചെറുതായിരുന്നു, നെരുങ്ങിയിരുന്നാണ് ഇത് വെന്തത്. ഇത് നല്ല ഒരു മണവും ഫ്ലേവറൊക്കെ ഉണ്ട്. ഞാൻ അത് വലിയൊരു ഉരുളിയിലോട്ട് അതുകൊണ്ട് ബീഫും എല്ലാം കൂടെ മിക്സ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ പ്ലേറ്റിലോട്ട് ആവശ്യത്തിന് എടുത്ത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അധികം നമ്മുടെ റൈസൊന്നും ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. നല്ല രീതിയിലായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത്